Hi, welcome all to Sunu's Bios video channel. +1 സുവോളജിയിലെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ട് എല്ലാ ചോദ്യോത്തരങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ, ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വിശദമാക്കുക. ആദ്യം പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്താണെന്ന് നോക്കാം. Biomolecules which involved directly in the normal growth, development and reproduction of an organism are called primary metabolites. പ്രാഥമിക ഉപാപചയ വസ്തുക്കൾ സാധാരണ ജീവൽ പ്രവർത്തനങ്ങളിൽ കൃത്യമായതും എടുത്തു പറയത്തക്കതുമായ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇവ ജീവികളുടെ സാധാരണ വളർച്ചയ്ക്കും വികാസത്തിനും പ്രത്യുൽപാദനത്തിനും നേരിട്ട് സഹായിക്കുന്നു. ഇനി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ബയോമോളിക്യൂൾസ് വിച്ച് ആർ നോട്ട് ഇൻവോൾവ്ഡ് ഡയറക്ട്ലി ഇൻ ദ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് എൻ ഓർഗാനിസം ആർ കോൾഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനെ ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഇവ നിർവഹിക്കുന്ന ധർമ്മം ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഇവയിൽ പലതും മനുഷ്യക്ഷേമത്തിന് ഉപയോഗപ്രദമാണ്. ഉദാഹരണം റബ്ബർ, ഔഷധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, വർണ്ണകങ്ങൾ എന്നിവ. ചില ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളവയാണ്. ഗിവ് എക്സാമ്പിൾസ് ഫോർ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഷുഗർ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, കൊളസ്ട്രോൾ, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് ആർ എക്സാമ്പിൾസ് ഫോർ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇനി നമുക്ക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേബിളിൽ തന്നിരിക്കുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. പിഗ്മെൻറ്റ്സ്, കരോട്ടിനോയിഡ്സ്, ആന്തോസയനിൻ. പിഗ്മെൻറ്റ്സിനെ വർണ്ണകങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തേത് ആൽക്കലോയിഡുകൾ, മോർഫിൻ, കോഡിൻ. മൂന്നാമത്തേത് ടെർപ്പനോയിഡുകൾ, മോണോടെർപ്പിനുകൾ, ഡൈടെർപ്പിനുകൾ. നാലാമത്തേത് എസൻഷ്യൽ ഓയിൽസ്, സുഗന്ധ തൈലങ്ങൾ എന്ന് പറയും. എക്സാമ്പിൾ പുൽത്തൈലം. അഞ്ചാമത്തേത് ടോക്സിൻ, വിഷവസ്തുക്കൾ, അബ്രിൻ, റിസിൻ. അടുത്തത് ലെക്റ്റിനുകൾ, കോൺകനാവാലിൻ എ. നെക്സ്റ്റ് വൺ ഡ്രഗ്സ് അല്ലെങ്കിൽ ഔഷധങ്ങൾ, വിൻബ്ലാസ്റ്റിൻ ആൻഡ് കുർക്കുമിൻ. അവസാനത്തേത് പോളിമർ വസ്തുക്കൾ അല്ലെങ്കിൽ പോളിമറിക് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ റബ്ബർ, ഗംസ്, സെലുലോസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പിഗ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻസ് ആർ എ റബ്ബർ, ബി വിൻബ്ലാസ്റ്റിൻ, സി ആന്തോസയനിൻ, ഡി റിസിൻ. ആൻസർ ഈസ് സി ആന്തോസയനിൻ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. എ കോളം തന്നിട്ടുള്ളത് സെലുലോസ്, അബ്രിൻ, ഡ്രഗ്, കോൺകനാവാലിൻ എ, ആൽക്കലോയിഡ്. ബി കോളത്തിൽ തന്നിട്ടുള്ളത് ലെക്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, മോർഫിൻ, ടോക്സിൻ, പിഗ്മെൻറ്റ്, പോളിമർ. മാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന എ കോളം അതേപടി പകർത്തി എഴുതുക. അതിനുശേഷം എ കോളത്തിന് സ്യൂട്ടബിളായിട്ട് ഉള്ള വാക്കുകൾ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. അങ്ങനെ വരുമ്പോൾ സെല്ലുലോസ്, പോളിമർ, അബ്രിൻ, ടോക്സിൻ, ഡ്രഗ്, വിൻബ്ലാസ്റ്റിൻ, കോൺകനാവാലിൻ എ, ലെക്റ്റിൻ, ആൽക്കലോയിഡ്, മോർഫിൻ. ഇങ്ങനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. അടുത്തത് പ്രോട്ടീനുകളെ കുറിച്ച് പഠിക്കാം. നൗ ലുക്ക് അറ്റ് ദിസ് ടേബിൾ. സം പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. പ്രോട്ടീൻസ് ആർ കൊലാജൻ, ഫങ്ഷൻ intercellular ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. കൊലാജൻ ഒരു കോശാന്തര പദാർത്ഥമാണ്. ട്രിപ്സിൻ ഇസ് എൻ എൻസൈം, ഒരു രാസാഗ്നിയാണ്. ഇൻസുലിൻ ഹോർമോണാണ്. ആൻറ്റിബോഡി ഫൈറ്റ്സ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്, രോഗാണുക്കളെ ചെറുക്കുന്നു. റിസപ്റ്റർ, ഗ്രാഹി എന്നാണ് മലയാളത്തിൽ പറയുക. സെൻസറി റിസപ്ഷൻ, സ്മെൽ, ടേസ്റ്റ്, ഹോർമോൺ എക്സെട്ര. ഇവിടെയൊക്കെ ഒരു റിസപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹിയായി സംവേദങ്ങളുടെ സ്വീകരണം നടത്തുന്നു. ഗ്ലൂട്ടാമേറ്റ് 4 ഓർ ഗ്ലൂട്ട് 4 എനേബിൾസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽസ്, കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ സംവഹനം സാധ്യമാക്കുന്നു. വീഡിയോയിൽ തന്നിരിക്കുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും 2 ടേബിളും നന്നായി പഠിക്കുക. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോട്ടീൻ മോളിക്യൂൾസ് വിച്ച് ഫൈറ്റ്സ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ്. ആൻസർ ഈസ് ആൻറ്റിബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Identify the intercellular ground substance from the following. Options are trypsin, insulin, antibody, collagen, glutamate 4. Answer is collagen. Collagen ആണ് intercellular ground substance അല്ലെങ്കിൽ കോശാന്തര പദാർത്ഥമായി വർക്ക് ചെയ്യുന്നത്. Sixth question. Name the protein which enables glucose transport into cells. Answer is glutamate 4 or Glut 4. Glutamic acid. കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ സംവഹനം സാധ്യമാക്കുന്നു. Write 2 examples for protein that act as enzyme. Trypsin and rubisco. Rubisco is ribulose bisphosphate carboxylase oxygenase. Rubisco is the most abundant protein in the entire biosphere. It can be seen in plants. Trypsin protein digesting enzyme ആണ്. Eighth question. Name the most abundant protein in animal world. Collagen. ജന്തുക്കളിൽ ധാരാളമായി കാണപ്പെടുന്ന പ്രോട്ടീനാണ് കൊളാജൻ. എന്നാൽ സസ്യങ്ങളിൽ മാത്രമല്ല ജീവമണ്ഡലത്തിൽ ആകെയും കൂടുതലായി കാണുന്ന പ്രോട്ടീനാണ് റുബിസ്കോ. നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന വ്യത്യസ്ത തരം പ്രോട്ടീനുകളുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന നോക്കൂ. 4 വ്യത്യസ്ത തരങ്ങൾ കാണാം. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. Identify the structure of protein. Look at the picture. Answer is primary structure of protein. ഒരു നാര് പോലെയിരിക്കും primary structure of protein. Look at this picture and identify the structure of protein. Give one example. This is secondary structure of protein. Example is keratin of hair. Secondary structure of protein helical nature ആണ് കാണപ്പെടുന്നത്. Hydrogen bonds formed between amino acids giving the chain a helical shape. ദ്വിതീയ ഘടനയിൽ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറോ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് പോലെയോ കാണപ്പെടുന്നു. 11ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഗിവ് എക്സാമ്പിൾസ്. ദിസ് ഈസ് ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. എക്സാമ്പിൾ മയോഗ്ലോബിൻ, ribonuclease, cytochrome. Tertiary structure of protein refers to highly compact folding of polypeptide chain. ദൈർഘ്യമേറിയ മാംസ്യ ശൃംഖല ഒരു പൊള്ളയായ കളിപ്പന്ത് പോലെ സ്വയം ചുരുണ്ട് തൃതീയ ഘടന രൂപപ്പെടുന്നു. ഇത് മാംസ്യ തന്മാത്രയുടെ ത്രിമാന ദൃശ്യം സാധ്യമാക്കുന്നു. മാംസ്യ തന്മാത്രകളുടെ പല ജൈവ പ്രക്രിയകൾക്കും അതിൻ്റെ തൃതീയ ഘടന അത്യന്താപേക്ഷിതമാണ്. 12th question. What is the significance of attaining tertiary structure by proteins? Tertiary structure bears crevices called active sites. Active sites are essential for substrate binding during enzymatic reaction. Tertiary structure of protein അല്ലെങ്കിൽ തൃതീയ ഘടനയുള്ള പ്രോട്ടീനുകളിൽ ആക്റ്റീവ് സൈറ്റ്സ് കാണപ്പെടുന്നു. ആക്റ്റീവ് സൈറ്റ്സിലാണ് സബ്സ്ട്രേറ്റുകൾ കൂടിച്ചേരുന്നത്. അങ്ങനെ ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എൻസൈംസ് ആയി വർക്ക് ചെയ്യുന്നു. 13th question. Identify the structure of protein. Give example. Look at this picture. Answer is quaternary structure of protein. Example hemoglobin. Quaternary structure എന്ന് പറഞ്ഞാൽ ചതുർമാന ഘടന. 14th question. Distinguish between primary structure of protein and secondary structure of protein. In primary structure of protein, the amino acids are arranged in a linear sequence. The left end represents first amino acid and the right end represents the last amino acid. പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ മാംസ്യത്തിൻ്റെ പ്രാഥമിക ഘടനയിൽ അമിനോ ആസിഡുകൾ ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു മാംസ്യ തന്മാത്ര ഒരു രേഖയായി സങ്കല്പിച്ചാൽ ഇടത്തെ അറ്റം ഒന്നാമത്തെ അമിനോ ആസിഡിനെയും വലത്തെ അറ്റം അവസാനത്തെ അമിനോ ആസിഡിനെയും സൂചിപ്പിക്കുന്നു. The first amino acid is called N-terminal amino acid and the last amino acid is called C-terminal amino acid. ഒന്നാമത്തെ അമിനോ ആസിഡിനെ N അഗ്ര അമിനോ ആസിഡ് എന്നും അവസാനത്തെ അമിനോ ആസിഡിനെ C അഗ്ര അമിനോ ആസിഡ് എന്നും പറയുന്നു. ഈ സെക്കൻഡറി സ്ട്രക്ചർ നോക്കാം. ദ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ഹെലിക്കൽ ഇൻ നേച്ചർ. അതായത് ഒരു ചുറ്റുഗോവണിയുടെ ആകൃതിയിലാണ് സെക്കൻഡറി സ്ട്രക്ചർ കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ബോൺസ് ആർ ഫോംഡ് ബിറ്റ്വീൻ അമിനോ ആസിഡ്സ് ഗിവിംഗ് ദ ചെയിൻ എ ഹെലിക്കൽ ഷേപ്പ്. ഹൈഡ്രജൻ ബോണ്ട് ഈ ഹെലിക്കൽ ഷേപ്പിന് കാരണമാക്കുന്നുണ്ട്. എക്സാമ്പിൾ കെരാറ്റിൻ ഓഫ് ഹെയർ. 15th question. Distinguish between tertiary structure of protein and quaternary structure of protein. The tertiary structure refers to highly compact folding of polypeptide chain. വളരെ നീളമുള്ള മാംസ്യ ശൃംഖല, അമിനോ ആസിഡുകളുടെ ശൃംഖല ഒരു പൊള്ളയായ കളിപ്പന്ത് പോലെ സ്വയം ചുരുണ്ട്
തൃതീയ ഘടന അല്ലെങ്കിൽ tertiary സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഇത് ജൈവ പ്രക്രിയകൾ നടക്കുന്നതിനും എൻസൈം ഫോർമേഷനും സഹായിക്കുന്നു. ഉദാഹരണം മയോഗ്ലോബിൻ, റൈബോന്യൂക്ലിയസ്, സൈറ്റോക്രോം എന്നിവ tertiary സ്ട്രക്ചർ പ്രോട്ടീനാണ്. In quaternary structure, a number of compactly folded structures are seen. It contains more than one polypeptide chain. Polypeptides arranged as cube or plate. Example, Haemoglobin. ക്വാട്ടർണറി സ്ട്രക്ചർ അല്ലെങ്കിൽ ചതുർമാന ഘടനയിൽ പോളിപെപ്റ്റൈഡ് നാരുകൾ കൂടിച്ചേർന്ന് പന്തുകളാകുന്നു, ബോൾ പോലെയാകുന്നു. പന്തുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്യൂബ് പോലെ അറേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലേറ്റുകൾ പോലെ ക്രമീകരിക്കുകയോ ചെയ്യുന്നു. മനുഷ്യനിലെ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഉപഘടകങ്ങളാണുള്ളത്. ഇവയിൽ 2 സമജോഡികളാണ്. 2 ആൽഫ ഉപഘടകങ്ങളും 2 ബീറ്റ ഉപഘടകങ്ങളും ചേർന്നതാണ് മനുഷ്യനിലെ ഹീമോഗ്ലോബിൻ. ഇനി നമുക്ക് ബയോമോളിക്യൂൾസിലെ വിവിധ തരം ബോണ്ടുകളെക്കുറിച്ച് പഠിക്കാം. നേച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ് വേരിയസ് മോണോമേഴ്സ് ഇൻ എ പോളിമർ. 16ാമത്തെ ചോദ്യം, നെയിം ദ ബോണ്ട് ദാറ്റ് ലിങ്കിങ് അമിനോ ആസിഡ് മോളിക്യൂൾസ് ഇൻ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിൽ അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏത്? പെപ്റ്റൈഡ് ബോണ്ട്. 17ാമത്തെ ചോദ്യം, ഹൗ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 അമിനോ ആസിഡ്സ്. ദ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോംഡ് വെൻ the carboxyl group of one amino acid reacts with amino group of the next amino acid with the elimination of a water molecule or by dehydration. അതായത് ഒരു അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പ് COOH ഗ്രൂപ്പ് തൊട്ടടുത്തുള്ള അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പുമായി NH2 ഗ്രൂപ്പുമായി പ്രതിപ്രവർത്തിച്ച് ഒരു വാട്ടർ മോളിക്യൂളിനെ സ്വതന്ത്രമാക്കുന്നു. ഇതിനെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നു. അങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്. 2 അമിനോ ആസിഡുകൾ കൂടിച്ചേരുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുകയും അവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുകയും CONH ബോണ്ട് ഫോം ചെയ്യുകയും എങ്ങനെയാണ് 2 അമിനോ ആസിഡുകൾ കൂടിച്ചേരുന്നതെന്നും മനസ്സിലാക്കാം. 18ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 2 ഗ്രൂപ്പ്സ് ഓർ റാഡിക്കൽസ് ഇൻവോൾവ് ഇൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. കാർബോക്സിൽ ഗ്രൂപ്പ് ഓർ COOH ഓഫ് ഫസ്റ്റ് അമിനോ ആസിഡും അമിനോ ഗ്രൂപ്പ് ഓർ NH2 ഓഫ് നെക്സ്റ്റ് അമിനോ ആസിഡും. 19ാമത്തെ ചോദ്യം, നെയിം ദ ബോണ്ട് പ്രസൻറ്റ് ഇൻ പോളിസാക്കറൈഡ്സ് ഓർ നെയിം ദ ബോണ്ട് കണക്ട്സ് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ആൻസർ ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Look at the chemical formula of 2 glucose molecules and how glycosidic bond is formed by removing 1 water molecule. Question number 20. How glycosidic bond is formed in polysaccharides? Glycosidic bond is formed between 2 carbon atoms of 2 adjacent glucose molecules by removing 1 molecule of water. That is also dehydration. That is, OH group from 1 glucose molecule and H ion from second glucose molecule together forms H2O molecule. ഒരു പോളിസാക്രൈഡിൽ അടുത്തടുത്ത 2 മോണോസാക്രൈഡുകളുടെ അതായത് 2 ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് ഗ്ലൈക്കോസിഡിക് ബന്ധനം ഉണ്ടാകുന്നത്. ഈ ബന്ധനത്തിൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനാണ് സംഭവിക്കുന്നത്. Question number 21. The figure shows the bonding of a biomolecule. A. Identify the monomer. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന മോണോമർ ഏതാണ്? ആൻസർ ഈസ് ഗ്ലൂക്കോസ്. Question number 21. ബി പാർട്ട് നോക്കാം. ദ ഫിഗർ ഷോസ് ദ ബോണ്ടിങ് ഓഫ് എ ബയോമോളിക്യൂൾ. നെയിം ദ ബോണ്ട് ബിറ്റ്വീൻ ദ മോളിക്യൂൾ. നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്യൂളിനിടയിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് കാണപ്പെടുന്നത്. സോ ആൻസർ ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Question number 21ൻ്റെ സി പാർട്ട് നോക്കാം. നെയിം ദ മാക്രോ മോളിക്യൂൾ ഫോംഡ്. നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ ഇടയിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ പോളിസാക്രൈഡ് ആയിരിക്കും ഉണ്ടാവുക. സോ ആൻസർ സി ഈസ് പോളിസാക്രൈഡ്. Question number 22. What are the 2 types of nucleic acids? Deoxyribonucleic acid or DNA and ribonucleic acid or RNA. Question number 23. Identify the bond present in nucleic acid. Ester bond or phosphodiester bond. Question number 24. Name the bond between a phosphate molecule and hydroxyl group of sugar molecule. Answer is ester bond. 25ാമത്തെ ചോദ്യം. Look at the first pair and fill the second pair. Amino acid proteins, peptide bond. Monosaccharide,
polysaccharide dash. ബോണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. The bond is glycosidic bond. Question number 26. Add suitable word in the gap. A protein molecule is a polymer of dash. Answer is amino acid. B. Nucleic acids are polymers of dash. Answer is nucleotide. C. DNA has dash instead of uracil. Answer is thymine. D. The protein part of an enzyme is dash. Enzyme. Now look at the answers. അടുത്തത് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് പഠിക്കാം. ആദ്യം ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA-യുടെ സെക്കൻഡറി സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നന്നായി നോക്കി മനസ്സിലാക്കുക. അടുത്തത് എ സെഗ്മെൻറ്റ് ഓഫ് DNA മോളിക്യൂൾ. DNA തന്മാത്രയുടെ കൃത്യമായ ഘടന ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നു. ഇതും പഠിക്കുക. മൂന്നാമത്തേത് DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡലാണ് തന്നിരിക്കുന്നത്. ഇതും വളരെ വിശദമായി മനസ്സിലാക്കി വയ്ക്കുക. ഈ ചിത്രങ്ങളെ ആസ്പദമാക്കി ചോദ്യങ്ങൾ വരാറുണ്ട്. Question number 30. Who proposed double helix model of DNA? James Watson and Francis Crick in 1953. Question number 31. Write salient features of double helix model of DNA. 10 പോയിൻറ്റ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 5 പഠിച്ചു വയ്ക്കുക. First one, DNA molecule consists of 2 polynucleotide chains. The 2 strands are twisted in the form of double helix. Third feature is the 2 strands are anti-parallel. They run in opposite direction. Fourth one, the backbone is formed by sugar-phosphate-sugar chain. Fifth salient feature is the nitrogen bases are arranged perpendicular to the backbone in DNA. അതായത് നൈട്രജൻ ബേസുകൾ മുഖ്യ ഇഴയായ പഞ്ചസാര ഫോസ്ഫേറ്റ് പഞ്ചസാര ശൃംഖലയിൽ നിന്നും ലംബമായി ഉള്ളിലേക്ക് അഭിമുഖമായും പൊന്തി നിൽക്കുന്നു. സിക്സ്ത് സാലിയൻ ഫീച്ചർ ഈസ് അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോൺസ്. സെവൻത് പോയിന്റ്, ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ ബൈ 3 ഹൈഡ്രജൻ ബോൺസ്. എയ്ത്ത് ഫീച്ചർ നോക്കാം. The distance between base pairs is 3.4 angstrom. Ninth one, the distance between one full turn of the helix is 34 angstrom. 10th point, there will be 10 base pairs in one turn of the helix. ഹെലിക്സിൻ്റെ ഒരു ചുറ്റിൽ 10 ബേസ് പെയർ ഉണ്ടായിരിക്കും. Question number 32. The diagram given below shows a segment of double-stranded DNA. Copy it and label the parts marked A and B. Answer for 32 is A. Pentose sugar and B. Adenine. Question number 33. Which of the following is stronger in a DNA double helix? A. C and G. B. A and T. Answer is A. C and G. Cytosine and Guanine. Question number 34. Observe the molecule given below and answer the following questions. A, B, C. Identify the molecule. Answer is Watson and Crick model of DNA. B. Label 1 and 2. Answer is 1. Thymine. 2. Hydrogen bond. 2 നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. C. Mention any 3 structural details of the molecules shown in the diagram. Answer for C is first one, sugar phosphate backbone is present. Second one, nitrogen bases face inside and are projected perpendicular to the backbone. Third one, adenine pairs with thymine by 2 hydrogen bonds and guanine pairs with cytosine with 3 hydrogen bonds. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് DNA-യുടെ ക്യാരക്ടേഴ്സ്. അതുതന്നെയാണ് ഇവിടെ 3 Question number 35. The length of one full turn of DNA is dash. 34 angstrom. Question number 36. A short length of DNA molecule has 80 thymine and 80 guanine bases. The total number of nucleotides in the DNA segment is dash. Answer is 320 because total number of adenine and guanine is equal to total number of thymine and cytosine.
total number of purines are equal to total number of pyrimidines. Question number 37. Type of sugar present in DNA is dash. Answer is pentose sugar. Question number 38. Name the sugar present in DNA molecule. Deoxyribose sugar. Question number 39. Distance between two consecutive base pairs is dash. Answer is 3.4 angstrom. തൊട്ടടുത്തുള്ള ബേസ് പെയറുകളാണ് കോൺസിക്യൂട്ടീവ് ബേസ് പെയർസ്. Question number 40. Distance between 10 base pairs, that is 1 full turn of the helix of DNA is 34 angstrom. Question number 41. Adenine, cytosine, guanine, thymine. Categorize them into two groups with appropriate headings. Purines and pyrimidines are the two headings. Purines are adenine and guanine. Pyrimidines are thymine and cytosine. Next we can study enzymes. Question number 42. What are the factors affecting enzyme activity? Answer is, there are 3 factors: temperature, pH and concentration of substrate. Question number 43. Name the particular temperature at which enzyme shows its highest activity. It is optimum temperature. Question number 44. How enzyme action is regulated by temperature? Low temperature preserves the enzyme in a temporarily inactive state. High temperature destroys enzyme because proteins are denatured by heat. Enzyme will be highly active at optimum temperature. ഉയർന്ന ഊഷ്മാവിൽ രാസാഗ്നി ഒരു നിഷ്ക്രിയാവസ്ഥയിൽ താൽക്കാലികമായി സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഉയർന്ന ഊഷ്മാവിൽ മാംസ്യങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നതിനാൽ രാസാഗ്നിയുടെ പ്രവർത്തനം നിലയ്ക്കുന്നു. അതുകൊണ്ട് നിശ്ചിത അനുകൂല ഊഷ്മാവ് അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ രാസാഗ്നി പ്രവർത്തിക്കുകയുള്ളൂ. Question number 45. Name the specific pH at which enzymes are active. Answer, optimum pH. pH മൂല്യം കൂടിയാലും കുറഞ്ഞാലും എൻസൈംസ് പ്രവർത്തിക്കുന്നതല്ല. എന്നാൽ അനുകൂല pH അല്ലെങ്കിൽ ഒപ്റ്റിമം pHൽ എൻസൈംസ് ആക്റ്റീവായി പ്രവർത്തിക്കും. Question number 46. Identify the following graph and compare it. 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ pHഉം വൈ ആക്സിസിൽ എൻസൈം ആക്ടിവിറ്റിയും. അതാണ് ഒന്ന്. രണ്ടാമത്തേത് ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും എൻസൈം ആക്ടിവിറ്റി വൈ ആക്സിസിലുമായിട്ടുള്ള ഗ്രാഫാണ്. സോ ആൻസർ ഈസ് ഗ്രാഫ് എ, ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ pH ഓൺ എൻസൈം ആക്ടിവിറ്റി. ഗ്രാഫ് ബി, effect of temperature on enzyme activity. Question number 47. Identify the graph. The graph is about concentration of substrate on enzyme activity. How the substrate concentration affect the rate of reaction. Increase in substrate concentration increases the rate of the reaction. Substrateന്റെ അളവ് കൂടുന്തോറും റിയാക്ഷൻ റേറ്റ് കൂടും. The reaction reaches maximum velocity Vmax. പരമാവധി മാക്സിമം വെലോസിറ്റിയിൽ എത്തിച്ചേരുന്നു. മൂന്നാമത്തെ ഘട്ടം, ഫർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ് മെ നോട്ട് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. വീണ്ടും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുകയില്ല, കാരണം പ്രവർത്തിക്കാനുള്ള എൻസൈം തീർന്നു പോയിരിക്കുന്നു. ഒബ്സർവ് ദ ഗ്രാഫ്. എ. വാട്ട് ഈസ് മെൻ ബൈ Vmax വാല്യൂ? Vmax വാല്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. Vmax എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിയാണ്. അതായത് റിയാക്ഷൻ നടക്കുന്ന സ്പീഡ് ഏറ്റവും കൂടുതലുള്ള വാല്യൂ ആണ് മാക്സിമം വെലോസിറ്റി. ബി. Why is Vmax not exceeded by any further rise in the substrate concentration? സബ്സ്ട്രേറ്റ് സാന്ദ്രത എത്ര കൂട്ടിയാലും Vmax വാല്യൂ കൂടുന്നില്ല, കാരണമെന്ത്? ആൻസർ ഈസ്, അറ്റ് ദിസ് സ്റ്റേജ് the enzyme molecules become fully saturated and no active site is left free to bind with the additional substrate molecules. All enzymes show this saturation effect. സബ്സ്ട്രേറ്റിനെ അഭികാരകങ്ങൾ എന്നും എൻസൈംസിനെ രാസാഗ്നി എന്നുമാണ് മലയാളത്തിൽ പറയുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുന്നതിനനുസരിച്ച്
തുടക്കത്തിൽ രാസപ്രവർത്തന വേഗത വർദ്ധിക്കും. എന്നാൽ രാസപ്രവർത്തന വേഗത പരമാവധി എത്തിക്കഴിഞ്ഞാൽ, അതായത് Vmax എത്തിക്കഴിഞ്ഞാൽ, പിന്നീടങ്ങോട്ട് അഭികാരകങ്ങളുടെ ഗാഢതയിലുണ്ടാകുന്ന വർധനവ് വേഗതയെ സ്വാധീനിക്കുന്നില്ല. മാത്രമല്ല, രാസാഗ്നി തന്മാത്രകളുടെ എണ്ണം, അതായത് എൻസൈം തന്മാത്രകളുടെ എണ്ണം അഭികാരകങ്ങളുടെ എണ്ണത്തേക്കാൾ, സബ്സ്ട്രേറ്റിൻ്റെ എണ്ണത്തേക്കാൾ കുറയുന്നതാണ് ഇതിന് കാരണം. അധികമുള്ള സബ്സ്ട്രേറ്റ് തന്മാത്രകളുമായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്വതന്ത്ര രാസാഗ്നികൾ അല്ലെങ്കിൽ ഫ്രീ എൻസൈംസ് ലഭ്യമാകുന്നില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, മാക്സിമം വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ എൻസൈം തന്മാത്രകളെല്ലാം തന്നെ തീർന്നു കഴിഞ്ഞിരിക്കും. പിന്നീട് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, സ്പീഡ് വർദ്ധിക്കില്ല. അതുകൊണ്ട് റിയാക്ഷൻ റേറ്റ് കൂടുന്നില്ല. സി പാർട്ട് നോക്കാം. If a chemical substance closely resembling to that of a substrate is introduced into the reaction system, what will be the consequences? Substantiate. സബ്സ്ട്രേറ്റുമായി ഘടനാപരമായി സാദൃശ്യമുള്ള ഒരു രാസപദാർത്ഥം ഈ പ്രവർത്തന വ്യവസ്ഥയിലേക്ക് ചേർക്കുന്നു എന്നിരിക്കട്ടെ. അനന്തരഫലം എന്തായിരിക്കും? സമർത്ഥിക്കുക. ആൻസർ ഈസ്, ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ എൻസൈം ആക്ടിവിറ്റി. ആസ് എ റിസൾട്ട് ദ റിയാക്ഷൻ വിൽ സ്റ്റോപ്പ്. സബ്സ്ട്രേറ്റുമായി തന്മാത്ര ഘടനയിൽ അടുത്ത സാദൃശ്യം പുലർത്തുന്ന രാസവസ്തുക്കളെ രോധകങ്ങൾ അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇവ എൻസൈമുകൾ അല്ലെങ്കിൽ രാസാഗ്നിയുമായി മത്സരിക്കുകയും രാസാഗ്നിയുടെ പ്രവർത്തനം തടയുകയും ചെയ്യുന്നു. What is inhibitor? The chemical which inhibit the enzyme action is called inhibitor. What is competitive inhibition? When the inhibitor closely resembles the substrate in its structure, it is known as competitive inhibitor. The inhibitor competes with the substrate for the active site of the enzyme. Now the substrate cannot bind and the enzyme action declines. ഇൻഹിബിറ്റർ അല്ലെങ്കിൽ രോധകങ്ങൾ ചിലപ്പോൾ അഭികാരകങ്ങളുമായി, അതായത് സബ്സ്ട്രേറ്റുമായി തന്മാത്ര ഘടനയിൽ അടുത്ത സാദൃശ്യം പുലർത്തുകയും രാസാഗ്നികളുടെ പ്രവർത്തനം തടയുകയും ചെയ്യും. ഇവയെ മത്സരരോധകം അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ എന്നാണ് പറയുക. ഇവ അഭികാരകങ്ങളുമായി ഘടനാസാദൃശ്യമുള്ളതിനാൽ രാസാഗ്നിയുടെ സക്രിയ സ്ഥാനം കൈയടക്കുന്നതിനാൽ രോധകങ്ങൾ അഭികാരകങ്ങളുമായി മത്സരിക്കുന്നു. തൽഫലമായി അഭികാരകങ്ങൾക്ക് സക്രിയ സ്ഥാനത്ത് ബന്ധപ്പെടാൻ കഴിയാതെ വരികയും രാസപ്രവർത്തന നിരക്ക് കുറയുകയും ചെയ്യുന്നു. Give an example for competitive inhibition. Instead of succinate dehydrogenase enzyme, malonate or malonic acid converts succinic acid to fumaric acid. Malonate is a competitive inhibitor of succinate dehydrogenase enzyme in Krebs cycle. Krebs സൈക്കിളിൽ സക്സിനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡാക്കി മാറ്റുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമാണ്. എന്നാൽ ചിലപ്പോൾ മാലോനേറ്റ് അല്ലെങ്കിൽ മാലോനിക് ആസിഡ് ഒരു കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററായി വരികയും സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈമിനെ പ്രവർത്തിക്കാൻ സാഹചര്യം ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇവിടെ മാലോനിക് ആസിഡ് അല്ലെങ്കിൽ മാലോനേറ്റ് ഒരു കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററാണ്. ഈ ചിത്രം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, സക്സിനിക് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൽ കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററായ മാലോനേറ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത് മൂലം സക്സിനിക് ആസിഡ് എന്ന സബ്സ്ട്രേറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റാതാകുന്നു. എൻസൈമുകളെക്കുറിച്ച് നോക്കാം. എൻസൈംസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ കാറ്റലൈസ്. നോട്ട് ദ ക്ലാസസ് ഓഫ് എൻസൈംസ്. എൻസൈമുകളെ അവയുടെ പ്രവർത്തന രീതി അനുസരിച്ച് പലതായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതെല്ലാമെന്ന് എഴുതുക. 1. ഓക്സിഡോറിഡക്റ്റേസസ്. 2. ട്രാൻസ്ഫറേസസ്. 3. ഹൈഡ്രോലൈസസ്. 4. ലയേസസ്. 5. ഐസോമെറേസസ്. 6. ലിഗേസസ്. നമ്പർ 54. How oxidoreductases or dehydrogenases act in chemical reactions. The enzyme which catalyze oxidation and reduction reactions between two substrates S and S- are classified in this group. S reduced plus S- oxidized gives S oxidized plus S- reduced. Example for oxidoreductases are cytochrome oxidase
and alcohol dehydrogenase. What are transferases? Give example. Transferase catalyze the transfer of a group between a pair of substrate S and S dash. Example for transferase is transaminase. What is the function of hydrolysis? Give example. Hydrolysis catalyze the hydrolytic reactions. These enzymes break down complex molecules into simpler ones. Example, digestive enzymes like carbohydrates, lipase, etc. Question number 58. Name the enzyme which catalyzes the removal of a group from a substrate without hydrolysis. Answer is lyases. Example for lyases, aldolase, carboxylase. Question number 59. What are isomerases? Give example. Enzymes which catalyze isomerization reactions or interconversion of isomers are called isomerases. Example, isomerase, epimerase. Question number 60. Name the enzyme which catalyze the linking together of two compounds. Give example. Answer is ligases. Example for ligase is thiokinase. What are cofactors? Non-protein part of enzyme is called cofactor. Question number 62. What is the name of protein portion of the enzyme? Answer is apoenzyme. Question number 63. What are the three types of cofactors? Prosthetic groups, coenzymes, and metal ions. Question number 64. What is a prosthetic group? Give example. The organic compounds which are tightly bound to the apoenzyme are called prosthetic group. Example, heme is the prosthetic group in peroxidase and catalase enzymes. Question number 65. What are coenzymes? The organic compounds which are not tightly bound to the apoenzyme are called coenzymes. Example, NAD and NADP. NAD is Nicotinamide Adenine Dinucleotide. NADP is Nicotinamide Adenine Dinucleotide Phosphate. Question number 66. Give examples for metal ion acting as cofactor. Iron is the cofactor in the enzyme cytochrome. Zinc is a cofactor for proteolytic enzyme carboxypeptidase. Distinguish between cofactor and coenzyme. Cofactor. The non-protein portion of the enzyme is called cofactor, whereas coenzyme is the organic compounds which are not tightly bound to the apoenzyme. Coenzyme is a cofactor. ഇനി എക്സാമ്പിൾസ് നോക്കാം. കോഫാക്ടറിന് ഫസ്റ്റ് എക്സാമ്പിൾ ഹീം ആസ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. സെക്കൻഡ് വൺ NAD and NADP as coenzyme. Third one metal ions iron, copper, zinc, magnesium etc. act as cofactor. കോഎൻസൈമിന് എക്സാമ്പിൾ NAD, NADP. ഇത് കോഫാക്ടേഴ്സ് തന്നെയാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഏതൊരു വ്യക്തിയും ഉയർന്നു വന്നിട്ടുള്ളൂ. നിങ്ങൾക്കും കഠിനാധ്വാനം ചെയ്യുവാനും ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും വളരെ ക്ലിയറായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുനൂസ് ബയോസ് വീഡിയോ ചാനൽ.